ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2001 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മിസ്റ്ററി 101 കില്ലർ ടൈമിംഗ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് എന്തായാലും ഈ മൂവിയുടെ വൺ ലൈൻ പറയുന്നില്ല. കാരണം ഈ മൂവിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരുപാട് ടെസ്റ്റുകളും അതേപോലെ മൂവി കണ്ടു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കാർ ഓടിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, അവളിപ്പോൾ കാറിൽ നിന്നും ആരോടോ ഫോണിൽ സംസാരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഹീറോയിൻ്റെ പേര് എമി എന്നാണ്. അപ്പോൾ വിളിക്കുന്നത് വേറെ ആരെയല്ല, ഹീറോയെ തന്നെയാണ്. ഇപ്പോൾ ഹീറോയെ കുറച്ച് മുന്നിലേക്ക് കാണുന്നതും അവൻ്റെ അടുത്തേക്ക് ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നടന്ന് ഒരു വീടിന് മുന്നിലൂടെ ഹീറോ പാസ് ചെയ്തിങ്ങനെ വരുന്നതും താഴേക്ക് വന്ന് വീണ് അവൻ്റെ ബോധവും നഷ്ടപ്പെടുകയാണ്. അവിടെ വെച്ചിട്ട് ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരാണ്. ഇതിനു മുന്നേ ഹീറോ ചിക്കാഗോയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കേസിന്റെ ഭാഗമായിട്ട് മൊഴി കൊടുക്കാനായിട്ട് കോടതിയിലേക്ക് പോകുന്നു. അതൊരു സീരിയൽ കില്ലറിന്റെ കേസിലാണ്. ഓക്കെ, നമ്മൾ ഹീറോയുടെ പേര് പറഞ്ഞില്ല. ഹീറോയുടെ പേര് ട്രാവിസ് എന്നാണ്. അപ്പോൾ ഹീറോ കേസിനെ പറ്റിയുള്ള കാര്യം ഒരു വക്കീലുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ കേറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീ വരുന്നു. അപ്പോൾ കേറ്റും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആൾ തന്നെയാണ്. അതേപോലെ തന്നെ ഹീറോ ട്രാവിസിന്റെ എക്സ് വൈഫും. അതുമല്ല, ചിക്കാഗോയിലുണ്ടായിരുന്ന നമ്മുടെ ഹീറോ തൻ്റെ ജോലി ട്രാൻസ്ഫർ ചെയ്തിട്ട് വാഷിങ്ടണിലേക്ക് മാറി അവിടെ ഒരു ചെറിയ വീടെടുത്ത് താമസിക്കാനേ കാരണം തൻ്റെ എക്സ് വൈഫാണ്. അവളുമായിട്ടുള്ള ആ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറോ ഇതുപോലെ സ്ഥലം മാറിയത്. അപ്പോൾ ആ ടൗണിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിനെ കാണുന്നതും ഇപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പിയാണ്. ഇപ്പോൾ ഹീറോയിനെ കാണിക്കുമ്പോൾ ഒരു കോളേജിൽ ഹീറോയിൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം വേറെ ഒന്നല്ല, ഹീറോയിൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. കൂടാതെ ഹീറോയിന് ഈ മിസ്റ്ററി നോവൽസ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ഇഷ്ടമാണ്. നമ്മൾ ഈ മിസ്റ്ററി സിനിമകൾ കാണുമല്ലോ, അതുപോലെ തന്നെയാണ്. ആർക്കൊക്കെ മിസ്റ്ററി മൂവീസ് ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താൻ ക്ലാസ് എടുക്കുമ്പോഴും ഇതുപോലെ മിസ്റ്ററി നോവലുകൾ കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ ഇടയിൽ വെച്ച് അവൾ വായിക്കാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ വേറൊരു ഫംഗ്ഷന് പോകാനായിട്ട് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കോളേജിലെ പ്രിൻസിപ്പൾ ഹീറോയിനെ വിളിച്ചിട്ട് ഹീറോയിനോട് ഒരു സഹായം ചോദിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇതേ കോളേജിൽ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രൊഫസറിനെ എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതുകൊണ്ട് അയാളുടെ ജോലി ടീച്ചർ ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന കാര്യമല്ല, ഈ കോളേജിലെ ഒരു പ്രോജക്റ്റിന്റെ ആവശ്യമായിട്ട് കുറച്ച് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കണം. അതുപോലെ അതിലേക്ക് വരാനുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ ലിസ്റ്റും ഈ പ്രിൻസിപ്പളിന്റെ കയ്യിലാണുള്ളത്. അതെല്ലാം സെലക്ട് ചെയ്ത് റിവ്യൂ ചെയ്തിട്ട് ഫൈനൽ ചെയ്ത് ഈ പ്രിൻസിപ്പളിന് തിരിച്ചു കൊടുക്കണം. അതാണ് ജോലി. അപ്പോൾ ഹീറോയിൻ പറയും, സോറി, എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ട്. സത്യത്തിൽ ഹീറോയിൻ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഹീറോയിൻ അത് ചെയ്യാനായിട്ട് കുറച്ച് മടിക്കുന്നു. കാരണം ഇതേ കോളേജിലെ മറ്റൊരു പ്രൊഫസറും ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്രൊഫസറാണ്, ഹീറോയിൻ അറിയാവുന്ന ഒരാൾ. സാധാരണ ഇതേപോലെ റിലേറ്റീവ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെയായിരിക്കുമല്ലോ ഇവർ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹീറോയിൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പൾ പറയും, പക്ഷേ നിന്നെ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നീ കറക്റ്റ് ആയിട്ടുള്ള ആളെ തന്നെ സെലക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുമല്ല, ഫൈനൽ റിസൾട്ട് അത് നീ തന്നെ കയ്യിൽ വെച്ചാൽ മതി എന്നും പറഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഒരു ഫംഗ്ഷനിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു ലേഡി വരുന്നത്. അവരുടെ പേര് ടാബി. അപ്പോൾ ഇതാണ് ഹീറോയിൻ പറഞ്ഞ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവര്. അതേസമയം തന്നെ മറ്റൊരാളും അവിടേക്ക് വരുന്നുണ്ട്. അയാളുടെ പേര് ജോ എന്നാണ്. ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ടാബി ഉണ്ടല്ലോ, അവരോട് നല്ല ക്ലോസ് ആയിട്ട് അയാൾ ഇടപഴകുന്നുണ്ട്. അങ്ങനെ ജോ വന്ന് സംസാരിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയിൻ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണോ എന്ന് ചോദിക്കുമ്പോൾ ടാബി ഒരു നാണത്തോടെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ടാബി പെട്ടെന്ന് ഹീറോയിനോട് ചോദിക്കും, അല്ല നിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു ചോദിക്കുമ്പോൾ ഹീറോയിന് നാണപ്പെട്ട്, ഇടയ്ക്കിടയ്ക്ക് ഡിന്നറിന് ക്ഷണിക്കും എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇതുവരെയും ആ ഒരു ഇഷ്ടം രണ്ടുപേരും തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴും തന്നെ ഹീറോയിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, കോർട്ടിലെ ജോലികളെല്ലാം ഇപ്പോൾ കഴിയും, ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരും. അപ്പോൾ ഹീറോയിൻ പറയും, തനിക്കും ഇതുപോലെ കുറച്ച് ജോലികളുണ്ടെന്ന്. അങ്ങനെ ഇത് പറയുന്നതും ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കോടതിയിൽ കാണിക്കുമ്പോൾ ഹീറോ അറസ്റ്റ് ചെയ്ത ആ ഒരു സീരിയൽ കില്ലർ ഉണ്ടല്ലോ, അവനെ കാണിക്കാണ്. ഇതാണ് ആ ഒരു സീരിയൽ കില്ലർ. ഇവനെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും വിളിക്കുന്നത് വോൾഫ് മാൻ എന്നാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അവൻ ഓരോ കൊലപാതകം നടത്തുന്നതും ഈ പൗർണമി ദിവസം ഉണ്ടല്ലോ, ആ ദിവസമാണ്. ആ ദിവസം രാത്രിയാണ് ഇവൻ എല്ലാവരെയും കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഈ ഒരു ഗ്രീക്ക് പുരാണങ്ങളിലെ വിശ്വാസങ്ങൾ അനുസരിച്ചാണ് ഓരോരുത്തരെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഇവന് വോൾഫ് മാൻ എന്ന പേര് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഹീറോയും ആ ഒരു ദിവസം നോക്കിയാണ് ഈ കില്ലറിനെ പിടിച്ചത്. ഇപ്പൊ കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ജഡ്ജി കില്ലറിനെ മരണശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. അതോടെ ഹീറോയ്ക്ക് ചിക്കാഗോയിലുള്ള ആ ഒരു ജോലി ഉണ്ടല്ലോ, അത് കഴിഞ്ഞു. ഇപ്പൊ അതേസമയം മറ്റൊരിടത്ത് ഒരു വയസ്സായിട്ടുള്ള അപ്പൂപ്പനെ കാണിക്കുകയാണ്. ഇത് വേറെ ആരുമല്ല, ഹീറോയിന്റെ അച്ഛൻ. ഹീറോയിന്റെ അച്ഛൻ എന്തോ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. എന്നിട്ട് ഹീറോയെ പറ്റി ചോദിക്കുമ്പോൾ ഹീറോയിൻ നാണം കൊണ്ട് ചിരിക്കുന്നുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ കോളേജിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പ്രിൻസിപ്പൾ റെഡിയാക്കിയ ഫയലും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ അതെല്ലാം എടുത്തിട്ട് ഹീറോയിൻ അകത്തേക്ക് വന്ന് തന്റെ ലാപ്ടോപ്പിൽ ആ ഒരു ജോലി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ടാബി എന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ആ ഒരു സുഹൃത്തിന്റെ സുഹൃത്തായിട്ടുള്ള ജോ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാള് ഇതിനകത്തേക്ക് വരികയാണ്. സത്യത്തിൽ ഇയാളും ഈ ഒരു കോളേജിലെ ഒരു IT ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്, ഒരു പ്രൊഫസർ അല്ല. ആരാന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഇപ്പോൾ ഹീറോയിന്റെ ലാപ്ടോപ്പില് അതുപോലെ ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഹീറോയിൻ ജോയോട് പറയും, എന്റെ ഫ്രണ്ട് ടാബി നിന്നോട് കൂട്ടുകൂടിയതിന് ശേഷം ഇപ്പോൾ നല്ല ഹാപ്പിയാണ് എന്ന് പറയുമ്പോൾ ജോ പറയും, ടാബിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവൻ ആ ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഹീറോയിൻ ഇവിടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഹീറോ അവളെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ ചിക്കാഗോയിൽ നിന്നും വരാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് ഹീറോയുടെ എക്സ് വൈഫാണ്. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്നലെ പിടിച്ച വോൾഫാൻ എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ ഉണ്ടല്ലോ, അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിനും നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വന്നിട്ടാണ് കില്ലർ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നുള്ള കാര്യം ആ എക്സ് വൈഫ് പറയുന്നത്. ഇതുപോലെ ജയിലിലെ ബാത്റൂം ഉണ്ടല്ലോ, അത് പൊട്ടിയിട്ട് അവിടെ മുഴുവനായിട്ട് വെള്ളമായി. അങ്ങനെ ആ ഒരു സീരിയൽ കില്ലറിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ പോലീസുകാർ ഉപയോഗിക്കുന്ന ആ ഒരു ബാത്റൂം ഉണ്ടല്ലോ, അതിനകത്തേക്ക് അവനെ പറഞ്ഞു വിട്ടു. പക്ഷേ വേറെ ആരും അവനോടൊപ്പം അകത്തേക്ക് കയറിയില്ല. പക്ഷെ ഒരു ഓഫീസർ മാത്രം വെളിയിലുണ്ടായിരുന്നു. കില്ലറാണെങ്കിലോ കുറെ നേരം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വേറെ സംശയമൊന്നും വന്നില്ല. അവസാനം ഒരേ പാട്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് പാടുന്നത് കേട്ടിട്ടാണ് സംശയം വന്ന് പോലീസുകാരനകത്തേക്ക് കയറി നോക്കുമ്പോൾ കില്ലർ ബാത്റൂമിന്റെ എയർ ഹോൾ വഴി രക്ഷപ്പെട്ടത്. അതുപോലെ പോലീസുകാരൻ ബാക്കിയുള്ള എല്ലാവരോടും അലർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കില്ലർ ആ ജയിൽ വിട്ട് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഹീറോ ആ ഒരു ബാത്റൂമിനകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് കില്ലർ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നല്ലേ, കില്ലറിന് വേണ്ടി വാദിച്ച വക്കീലുണ്ടല്ലോ, ആ വക്കീലിന്റെ ഫോൺ കില്ലർ അടിച്ചു മാറ്റിയിരുന്നു. അതിലാണ് അവൻ പാടിയ പാട്ട് റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് ഈ പോലീസുകാരനെ കേൾപ്പിക്കാൻ വേണ്ടി അതുപോലെ പ്ലേ ചെയ്തു വെച്ച് കില്ലർ രക്ഷപ്പെട്ട് പോയത്. അതുപോലെ എക്സ് വൈഫ് പറയുന്നുണ്ട്, എന്തായാലും കൊലയാളി ആ ഫോണ് വക്കീലിന്റെ അടുത്തുനിന്ന് എടുത്തിട്ടില്ല, വക്കീലായിരിക്കണം അത് ആ കില്ലറിന് കൊടുത്തിട്ടുള്ളത്. കാരണം വേറെ ഒന്നല്ല, ഇതിനകത്തേക്ക് വന്ന് ഈ ഒരു പാട്ട് പാടിയത് റെക്കോർഡ് ചെയ്ത് അതെല്ലാം ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കില്ലറിനെ കൊണ്ടത് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ വക്കീലാണ് കില്ലറിനെ സഹായിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഹീറോ ഇപ്പം അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരു ലിപ്സ്റ്റിക്കും കൂടിയുണ്ട്. ഇപ്പം ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കില്ലർ കണ്ണാടിയിൽ യു വിൽ പേ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മുടെ കില്ലറിനെ പിടികൂടാൻ കാരണം തന്നെ ഹീറോ ആണ്. അതുകൊണ്ട് ഹീറോ എന്തെങ്കിലും ചെയ്യുമെന്നാണ് കില്ലർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് വൈഫ് പറയും, നീ ഇത്തിരി സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഹീറോ അതൊന്നും വലിയ കാര്യമാക്കാതെ, എന്തായാലും ആ വക്കീലാണല്ലോ കില്ലറിനെ സഹായിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കില്ലർ എവിടെയുണ്ടെന്നുള്ള കാര്യം വക്കീലിനറിയാം, അതുകൊണ്ട് വക്കീലിനെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ തൻ്റെ ആ ഒരു കോളേജിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മണിക്ക് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹീറോ ഒരു മെസ്സേജ് അയച്ചേക്കാണ്, ഇതുപോലെ 8 മണിയാകുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് എടുത്ത് നമുക്ക് കണ്ടുമുട്ടാമെന്നും പറഞ്ഞ്. അപ്പോൾ ഹീറോ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ഡിന്നർ മീറ്റിന് രണ്ടുപേരും രാത്രിയിൽ വരുമ്പോഴത്തേക്കാണ് ആ വീടിനടുത്ത് വെച്ച് ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ഹീറോയ്ക്ക് ഇതുപോലെ അപകടം സംഭവിച്ചത്. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതും. അപ്പോൾ ഹീറോയിനോട് ഹീറോയുടെ അടുത്തേക്ക് വരുന്നതും ഹീറോയ്ക്ക് വലിയ രീതിയിൽ പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ ബോധമില്ല. ഉടനെ തന്നെ അടുത്തുള്ള അയൽക്കാരൻ ആംബുലൻസിനെയും പോലീസിനെല്ലാം വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ അവരെല്ലാം അവിടേക്ക് വന്ന് ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹീറോയിനും പുറകെ പോകാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അവിടെ വന്ന ഓഫീസർ ഹീറോയിനോട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നും പറഞ്ഞ് ഹീറോയിനെ അവിടെ പിടിച്ചിരുത്തിയേക്കാണ്. അപ്പോൾ തന്നെ ഹീറോയിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഈ നടന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഓഫീസർ ഹീറോയിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ ബോംബ് പൊട്ടിത്തെറിച്ച വീടിന് അടുത്തായിട്ട് താമസിക്കുന്ന ആ ഒരു അയൽക്കാരുണ്ടല്ലോ, അയാളുടെ പേര് ഗോഫ്, അതേപോലെ തന്നെ അയാളുടെ ഭാര്യ, ഇവർ രണ്ടുപേരും വെളിയിലേക്ക് വരും. അപ്പോൾ അവരോട് കാര്യം ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങളൊരു ഡിന്നറിന് പോയേക്കുമായിരുന്നു, ഈ സംഭവം അറിഞ്ഞാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ, അതുമല്ല ഞങ്ങൾ ഇവിടേക്ക് വരാനും കുറച്ച് ലേറ്റായി, കാരണം ഡിന്നർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കാറ് ഞങ്ങളുടെ കാറിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ചു. അങ്ങനെ ആ ഒരു പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിറകെയായിരുന്നു. ഒരുപക്ഷെ ഇവർ കറക്റ്റ് സമയത്ത് ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ ആ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഇവരും വീട്ടിലുണ്ടായേനെ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ടെയിൽ കട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക, വേറെ വഴിയില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഭാഗ്യം കൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും ഹീറോയും വിചാരിക്കും ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോംബ് വെച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ വരുമ്പോഴത്തേക്കും ഹീറോയുടെ ഫോണാണെങ്കിലോ ഹീറോയിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സ് വൈഫ് ഹീറോയെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ഹീറോയിൻ. കാരണം ഹീറോയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അതിപ്പോഴാണ് എക്സ് വൈഫ് അറിഞ്ഞത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ നമ്മുടെ ഹീറോയെ ഡിസ്ചാർജ് ചെയ്യുന്നു. അങ്ങനെ ഫോൺ എടുത്ത് ഹീറോ നേരെ വിളിക്കുന്നത് അവൻ്റെ എക്സ് വൈഫിനെ. എന്നിട്ട് ഈ ബോംബ് പൊട്ടിത്തെറിച്ച കാര്യം അവരോട് സംസാരിക്കുമ്പോൾ ഇവിടെയാണ് ഹീറോയിന് മനസ്സിലാവുന്നത് ആ ഒരു കപ്പിൾസിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ബോംബ് വെച്ചത്, ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന്. ഇതിപ്പോൾ ആ ഒരു എക്സ് വൈഫ് ഒരു ഗസ്റ്റിലാണ് പറയുന്നത്, അത്ര ഉറപ്പില്ല ആ ഒരു സൈക്കോ തന്നെയാണ് ഇത് വെച്ചതെന്ന്. അപ്പോൾ ഹീറോയ്ക്ക് എന്തായാലും അപകടമാണെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ നല്ലതുപോലെ ടെൻഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ നിന്നോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് ഹീറോയിനും പറയും. അപ്പോൾ ഇവർക്ക് കണ്ടുപിടിക്കേണ്ടത്
ആ ഒരു വോൾഫ് മാൻ എന്ന് പറഞ്ഞ സീരിയൽ കില്ലറിനെ അതേപോലെ തന്നെ ഈ ബോംബ് വെച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കാരണം വേറെ ഒന്നല്ല, ഈ വോൾഫ് മാൻ അല്ല ബോംബ് വെച്ചതെങ്കിൽ ഹീറോ ഒരിക്കലും അവൻ്റെ പിറകെ പോകത്തില്ല. അതുകൊണ്ടാണ് ഹീറോയും പറയുന്നത് ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹീറോ നേരെ പോകുന്നത് ആ ഗോൾഫ് മാൻ ഉണ്ടല്ലോ അയാളുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഹീറോയിനും വെളിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരാള് ഈ വീടിനകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് ഹേയ് ആരാ അത്, പോലീസ് ഇവിടെ കവർ ചെയ്തേക്കുന്ന കണ്ടില്ലേ, അതറിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളാണ് ഈ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും പോലീസിനെ ആംബുലൻസിലെല്ലാം വിളിച്ചത്. ഇയാളും ഇവിടെയുള്ള ഒരു അയൽക്കാരനാണ്, അയാളുടെ പേര് ബില്ലെന്നാണ്. ഇപ്പോൾ ബില്ല് പറയും സോറി സാർ, വീട് എത്രത്തോളം ഡാമേജ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീടിനകത്തേക്ക് പോയതെന്ന് പറയുമ്പോൾ ഹീറോ പറയും ഇല്ല അങ്ങനെയൊന്നും പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ബില്ല് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹീറോയിനും ആ വീടിനകത്തേക്ക് പോവാണ്. ഇവരുടെ കൂടെ തന്നെ ഒരു ടെക്നീഷ്യനും ഉണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഏത് ടൈപ്പിലുള്ള ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടെക്നീഷ്യൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഹീറോയിൻ അടുത്തുള്ള ആ ഒരു ചുമരിൽ 2 കളറുള്ള വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്ന പോലെ ശ്രദ്ധിക്കും. എന്നിട്ട് ആ ഒരു കാര്യം ഹീറോയോടും പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് മാത്രം വാൾപേപ്പർ ഒട്ടിക്കാനുള്ള കാരണം എന്താണെന്നറിയാൻ വേണ്ടി ആ ഒരു ചുമര് തകർക്കുന്നതും ആഹാ അടിപൊളി, അതിനുള്ളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്, അതും എല്ലാം തോലുമായിട്ട്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി ഈ ഒരു ശരീരം ഇതിനകത്തുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പൊ ആ ഒരു ബോംബ് എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വന്ന സ്ഥലത്ത് മറ്റൊരു ശവശരീരം ഇവർക്ക് കിട്ടുകയാണ്. കേസ് മറ്റൊരു വഴിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഫോറൻസിക് ടീമിനെല്ലാം ഇവിടേക്ക് വരാൻ പറയുന്നു. മരിച്ചുപോയ ആളുടെ ശരീരത്തിൽ നിന്ന് DNA എടുത്തിട്ട് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ടെക്നോളജി ഉപയോഗിച്ച് അയാൾ എപ്പോഴാണ് മരിച്ചുപോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ കഴിയും എന്ന് ഹീറോയിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അതെല്ലാം കേട്ടിട്ട് ഹീറോയും അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഇവർക്ക് 3 ടാസ്കായി. ഒന്ന് ആ ഒരു സീരിയൽ കില്ലറിനെ പിടിക്കണം, ബോംബ് വെച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം, ഇപ്പോൾ മരിച്ചെടുക്കുന്ന ആ ഒരാൾ അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം, അയാളെ കൊന്നതാരാണെന്നും അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് മരിച്ചതെന്നും കണ്ടുപിടിക്കണം. അങ്ങനെ ഈ 3 കേസിനെ പറ്റിയും ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യാണ്. അപ്പോഴാണ് ഹീറോയിനോട് പറയുന്നത് ആ ഒരു കപ്പിൾസല്ലേ അവരുടെ വീട്ടിൽ നിന്നാണ് ബോഡി കണ്ടുപിടിച്ചത്, അങ്ങനെയാണെങ്കിൽ അവർ തന്നെയായിരിക്കാം ആ ഒരാളെ കൊന്ന് അതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഹീറോയിൻ തൻ്റെ കോളേജിൽ അവൾ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഒരു മിസ്റ്ററി സ്റ്റോറിയെ പറ്റി പറഞ്ഞതായിട്ടും അതിലെഴുതിയിരിക്കുന്ന ഒരു കാര്യവും ഹീറോയിൻ പറയുന്നു. കൊല നടക്കുന്ന സ്ഥലത്ത് അത് യാദൃച്ഛികമായിട്ടും ചിലപ്പോൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഗോൾഫ് കപ്പിൾസ് ഉണ്ടല്ലോ അവരും ഈ കൊലപാതകവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ആ ഒരു ഓഫീസറും അതേപോലെ തന്നെ വേറൊരു പോലീസുകാരനും അകത്തേക്ക് കയറി വന്നിട്ട് അവരുടെ വീട്ടിൽ ആ ഒരു ബോംബ് എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള ആ ഒരു കാരണം കണ്ടുപിടിച്ചു. വീട്ടിലുള്ള ഏതൊരു കൂളിംഗ് മെഷീനാണ് ആദ്യം പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനടുത്തുള്ള ഒരു കെമിക്കൽ ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഒരു ബോംബ് സ്ഫോടനം പോലെ അത്രയും വലിയ രീതിയിൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് എന്ന് ഇവർ പറയുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും ശരി അവരെന്തിനാണ് അതുപോലെയുള്ളൊരു കെമിക്കൽ വീട്ടിൽ വെച്ചേക്കുന്നത്, എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടേക്ക് ആ ഒരു കപ്പിൾസിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഈ കൂളർ മെഷീൻ ഉണ്ടല്ലോ അത് നല്ലതുപോലെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, പക്ഷെ അത് പൊട്ടിത്തെറിച്ചാലും ഇതുപോലെ ബോംബ് സ്ഫോടനം പോലെയൊന്നും വരത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് വെച്ചിരുന്ന മെർക്കുറി ഫെർമിനന്റ് എന്ന് പറഞ്ഞ ആ ഒരു കെമിക്കല് കത്തിപ്പിടിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ഫോടനം സംഭവിച്ചത്. പക്ഷെ അത്തരം കെമിക്കൽസ് ഒന്നും സാധാരണ വീട്ടിൽ ആരും ഇങ്ങനെ വെക്കാറില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് അയാളുടെ ഭാര്യ ഒരു കെമിക്കൽ ടീച്ചറാണ്, അവരുടെ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വാങ്ങി വീട്ടിൽ വെച്ചത്. അങ്ങനെയാണെങ്കിലേ ഇത് സാധാരണ ഒരു അപകടത്തിൽ സംഭവിച്ച പൊട്ടിത്തെറിയാണ്, അതൊരു ആക്സിഡന്റായി സംഭവിച്ചതാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഹീറോ നേരെ അവരുടെ വീട്ടിൽ നിന്നും കണ്ടുപിടിച്ച ആ ഒരു ബോഡിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നല്ലതുപോലെ ഷോക്ക് ആവുന്നുണ്ട്. സാർ ഞങ്ങളുടെ വീട്ടിലെ ഈ ബോഡി എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ വീട് വാങ്ങിച്ചത്, അതിന് മുന്നേ അവിടെ താമസിച്ചത് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു പഴയ ഓണറിന്റെ പേര് മാത്രം ചോദിച്ച് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹീറോയിൻ ഇത്രയും നേരം വിചാരിച്ചത് എന്താണ് ആ ഒരു സീരിയൽ കില്ലറാണ് ഹീറോയെ കൊല്ലാൻ വേണ്ടി ബോംബ് വെച്ചതെന്നാണ്. പക്ഷെ അതിപ്പോൾ ഒരു ആക്സിഡന്റ് ആണെന്ന് മനസ്സിലാവുന്നതും ഹീറോയിന് കുറച്ച് സംശയമായി, എന്തായാലും ആ ഒരു കൊലയാളി ഹീറോയുടെ പുറകെ വരുന്നില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനും ഈ കേസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി സ്റ്റേഷനിലിരിക്കുമ്പോൾ ഹീറോയുടെ എക്സ് വൈഫ് ഉണ്ടല്ലോ അവര് ചിക്കാഗോയിൽ നിന്ന് ഹീറോയെ കാണാൻ വേണ്ടി വരികയാണ്. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയിൻ ചെറിയ രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്, പക്ഷെ അത് വെളിയിൽ കാണിക്കത്തില്ല. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഹീറോയുടെ എക്സ് വൈഫായിട്ടുള്ള കേറ്റ് മനസ്സിലാക്കുന്നത് ആ ഒരു സീരിയൽ കില്ലർ കാരണം ഹീറോയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഹീറോ ഒന്ന് സൂക്ഷിക്കണം, എപ്പോൾ വേണമെങ്കിലും അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു പേടിയും കേറ്റിനുണ്ട്. അതുകൊണ്ട് എന്തായാലും ആദ്യം ആ ഒരു കൊലയാളിയെ നമുക്ക് പിടിക്കണം. അതെങ്ങനെയെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് കേറ്റ് പറയുന്നത് അതിനൊരു ഐഡിയ ഉണ്ട്, നാളെ പൗർണമി ദിവസമാണ്, അതുകൊണ്ട് എന്തായാലും ഹീറോയെ കൊല്ലാൻ വേണ്ടി ആ ഒരു കൊലയാളി ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ട്രാവിസ് നീ ഒറ്റയ്ക്ക് വെളിയിലേക്ക് പോകണം, എന്നാലേ ആ കൊലയാളി നിന്നെ ഫോളോ ചെയ്ത് വരത്തുള്ളൂ.
ആ സമയത്ത് നമുക്ക് അവനെ പിടിക്കാനും കഴിയും. അപ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിൻ ഒരിക്കലും ഇതിന് സമ്മതിക്കത്തില്ല. ഹീറോ എന്തായാലും ഈ ഒരു ഐഡിയക്ക് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീറോയിൻ പറയുന്നത്, ഓ അപ്പോൾ ട്രാവിസിനെ ബലിയാടാക്കി നിർത്തിയിട്ട് ആ കൊലയാളി ഒന്ന് അവനെ പിടിക്കണം. ഇതിനിടയിൽ ട്രാവിസിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നല്ല ഹീറോയിൻ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, എമി നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ കേറ്റ് പറയും, ശരി ഞാൻ എന്തായാലും ചിക്കാഗോയിൽ പോയിട്ട് നാളെ തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, എന്തുകൊണ്ട് നിങ്ങൾ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്, ഇന്നൊരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കേറ്റിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഹീറോ ആണെങ്കിലോ അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആവുന്നതും ഹീറോയിൻ നേരെ ജോലിക്ക് വേണ്ടിയിട്ട് കോളേജിലേക്ക് പോകുന്നു. ഹീറോയും കേറ്റും ആ ഗോൾഫ് കപ്പിൾസ് ഉണ്ടല്ലോ അവരുടെ അയൽക്കാരൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആരാണ് ആ ഒരു ബില്ലെന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ബില്ല് വീട്ടിലില്ല. അതുകൊണ്ട് ഹീറോ തൻ്റെ കാർഡ് ആ ഒരു വീടിനടുത്ത് വെച്ചിട്ട് വീണ്ടും തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് സ്റ്റേഷനിലിരുന്ന് ഒരു രാത്രി സമയമൊക്കെ ആവാറാകുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു കൊലയാളി ഉണ്ടല്ലോ ആ കൊലയാളിയെ പിടിക്കാനായിട്ട് ഇവർ പോകാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെ വന്ന ആ ഒരു ഓഫീസർ ആ ഡെഡ് ബോഡിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ മരിച്ചുപോയത് ഒരു ലേഡിയാണ്. അത് അവർ മരിച്ചത് 16 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അവരുടെ വയസ്സ് 28. ആ ഒരു ഗോൾഫ് കപ്പിൾസ് ഈ വീട് വാങ്ങിയത് 10 വർഷങ്ങൾക്ക് മുന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാര്യ ഭർത്താവിനും അതേപോലെ തന്നെ ഈ ഒരു കൊലപാതകവും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഗോൾഫ് കപ്പിൾസിന് മുന്നേ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചത് ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു ട്വിൻസ് ആണ്. പക്ഷെ അവരിപ്പോൾ ഈ നാട്ടിലില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഈ കേസിനുള്ള അടുത്ത തുമ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെന്തായാലും പിടിച്ചേ മതിയാവൂ. അപ്പോൾ ആ ഒരു ഓഫീസർ പറയും, ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ പോകുന്നതും ഹീറോ ഇപ്പോൾ ആ ഒരു കില്ലറിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അന്ന് രാത്രിയും കേറ്റ് ഹീറോയിനോടൊപ്പമാണ് താമസിക്കുന്നത്. ഹീറോയ്ക്കും കേറ്റിനും ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് രണ്ടുപേരും പിരിഞ്ഞത്. എന്നാലും ഹീറോ നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കേറ്റ് പറയുന്നുണ്ട്. അങ്ങനെ രാത്രി മുഴുവനും നല്ലതുപോലെ സംസാരിച്ച് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ ഹീറോ കേറ്റിനെ വിളിക്കുന്നു. എന്നിട്ട് പറയും, ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു, പക്ഷേ ആ കൊലയാളി എന്നെ പിടിക്കാനായിട്ട് വന്നില്ല. അതുകൊണ്ട് അടുത്ത പൗർണമി വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അവനെ പിടിക്കാമെന്നും പറഞ്ഞ് ഇവരിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഇന്നലെ ബില്ലെന്ന് പറഞ്ഞ അയാളുടെ വീട്ടിൽ അവൻ്റെ കാർഡ് വെച്ചിട്ട് വന്നല്ലോ. അയാൾ ആ കാർഡ് കണ്ടു. എന്നിട്ട് ഹീറോയെ വിളിക്കും. അങ്ങനെ ഹീറോ നേരെ ബില്ലിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഇയാളെ കാണാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗോൾഫ് കപ്പിൾസ് ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ അവരുടെ ഡെഡ് ബോഡിയെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 16 വർഷം മുന്നെയാണ് ആ സ്ത്രീ മരിച്ചതായിട്ട് കണ്ടുപിടിച്ചത്. അതുമല്ല 10 വർഷങ്ങൾക്ക് മുന്നെയാണ് ആ ഒരു ഗോൾഫ് കപ്പിൾസ് അവർ ആ വീട് വാങ്ങിയത്. പക്ഷേ ബില്ലാണെങ്കിലോ പല വർഷങ്ങളായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ പറ്റി അറിയാനായിട്ട് ബില്ലിന് എന്തായാലും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗോൾഫ് കപ്പിൾസ് അവർ ആ വീട്ടിൽ താമസിക്കുന്നതിന് മുന്നേ ആരവിടെ താമസിച്ചത്, ആ ഒരു ട്വിൻ ബ്രദേഴ്സിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ബില്ല് പറയും, സാർ ആ കാലഘട്ടത്തിൽ അവർ വീട് ഒരുപാട് പേർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ താമസിച്ചിരുന്നവരെ എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല, എനിക്കത് നല്ല ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു ട്വിൻ ബ്രദേഴ്സ് ഉണ്ടല്ലോ അവരെ പിടിച്ചാൽ മാത്രമേ കൊന്നതാരാണ് മരിച്ചതാരാണ് എന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഹീറോ ബില്ലുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഈ വീടിനകത്തുള്ളൊരു ഫോട്ടോ കാണുന്നത്. നേരെ അവിടേക്ക് ചെന്നിട്ട് ഹീറോയിൻ പറയും, ഇത് ഗോൾഡ് കപ്പിളിൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഒരു തവണ അവരുടെ വീടിനകത്തേക്ക് പോകുമ്പോൾ ഈ പയ്യൻ്റെ ഫോട്ടോ അവരോടൊപ്പം കണ്ടിരുന്നു. ഈ ഫോട്ടോ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ബില്ല് പറയുന്നത്, അവരുടെ മകനും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു, എന്നെപ്പോലൊരു വക്കീലാവാനാണ് അവനും ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും നല്ല പരിചയമായത്. പക്ഷെ 5 മാസങ്ങൾക്ക് മുന്നേ ആ പയ്യൻ മരിച്ചു. അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവരെ സഹായിക്കാമെന്ന് വിചാരിച്ച് അവരുടെ വീട് വാങ്ങാൻ വരെ ഞാൻ തയ്യാറായതാണ്. പക്ഷെ അത് വിൽക്കാനായിട്ട് അവരൊരിക്കലും തയ്യാറായിരുന്നില്ല എന്നെല്ലാം ബില്ല് അവരോട് പറയുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ വെളിയിൽ വരുമ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് കോളേജിൽ കുറച്ച് ജോലിയുണ്ട്, അവിടെ വരുന്ന സ്റ്റുഡൻസിനെ എല്ലാം ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോയിൻ നേരെ കോളേജിലേക്ക് പോകുന്നു. ഹീറോയിൻ കേട്ടുണ്ടല്ലോ ആ ഒരു ട്വിൻ ബ്രദേഴ്സ് അവരെ പറ്റി അന്വേഷിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഈ കോളേജിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവരുടെ എല്ലാവരുടെയും ഫയലും കാര്യങ്ങളെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറോളം എല്ലാവരെയും മാറി മാറി ഇൻ്റർവ്യൂ ചെയ്യാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റ് ഉണ്ടല്ലോ അത് റെഡിയാക്കുന്നു. അപ്പോഴാണ് ഹീറോയിൻ്റെ ഫ്രണ്ട് അകത്തേക്ക് കയറി വരുന്നത്. അവരും ഈ ഒരു പ്രോജക്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഫ്രണ്ട് ടാബി വന്നിട്ട് ഹീറോയിനോട് പറയുന്നത്, എൻ്റെ ബോയ് ഫ്രണ്ട് ജോ ഇല്ലേ, അവൻ എന്നോട് പറഞ്ഞു ഇംഗ്ലണ്ടിലേക്ക് പോവാന്ന്, കാരണം അവന് അവിടെ എന്തോ ഒരു ജോലി കിട്ടിയെന്ന്. പക്ഷേ എനിക്കാണെങ്കിലോ ഇവിടെയുള്ള ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ താല്പര്യം എന്താണെന്ന് അവനോട് പറയും, അല്ല നിന്റെ ഫ്രണ്ടിന് എങ്ങനെ ഇംഗ്ലണ്ടിൽ ജോലി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ടാബി പറയും, മിസ്സസ് ഗോൾഫില്ലേ അവരുടെ ക്ലാസ് അവൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് തന്നെ. അതുപോലെ ജോ ആണെങ്കിലോ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, കോളേജിലുള്ള എല്ലാ IT ഡിപ്പാർട്ട്മെൻറ്റായിട്ടും അവന് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ജോ എന്തിനാണ് കെമിസ്ട്രി ക്ലാസ് എടുക്കുന്ന മിസ്സിസ് ഗോൾഫിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്?
എന്ന് പറയുമ്പോഴത്തേക്കും ടാബി പറയും, അതിന് മിസ്സിസ് ഗോൾഫ് കെമിസ്ട്രി ക്ലാസ് അല്ലല്ലോ എടുക്കുന്നത്, അവര് കമ്പ്യൂട്ടർ ക്ലാസ് ആണ് എടുക്കുന്നത് എന്ന് ടാബി പറയുമ്പോഴത്തേക്കും ടെസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വ്യക്തമാവും. ഇത് കേൾക്കുന്നത് ഹീറോയും മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ ചെന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഗോൾഫ് കപ്പിൾസ് ഉണ്ടല്ലോ, അവർ പറഞ്ഞത് കള്ളമായിരുന്നു. അവർ പറഞ്ഞത് എന്താണ്? ആ ഒരു കെമിക്കൽ വീട്ടിൽ വെക്കാൻ കാരണം അവരുടെ ഭാര്യ ഒരു കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ടാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ അവരൊരു കെമിസ്ട്രി ടീച്ചർ അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഹീറോയിന് മനസ്സിലായി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ നമ്മുടെ ഹീറോയെ വിളിച്ച് പറയുന്നതും ഹീറോ അതെല്ലാം കേട്ടിട്ട് ഓക്കെ, ഞങ്ങൾ എന്തായാലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. ഇപ്പോൾ ഹീറോയും കേറ്റും വന്നത് ആ ഒരു ടിൻ ബ്രദേഴ്സ് ഉണ്ടല്ലോ, അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ അവർ രണ്ടുപേരും പേരിന് മാത്രമാണ് ടിൻസ്. രണ്ടുപേരും എപ്പോഴും വഴക്കാണ്. അതുകൊണ്ട് 2 സ്ഥലങ്ങളിലായിട്ടാണ് താമസിക്കുന്നത് തന്നെ. ഈ ഒരു ഗോൾഫ് കപ്പിൾസിന് അവർ ആ ഒരു വീട് വിൽക്കുന്നതിന് മുന്നേ ഒരുപാട് പേർക്ക് ആ ഒരു വീട് വാടകയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റ്സ് എല്ലാം അവർ ഏതോ ഒരു റൂമിൽ വെച്ചിട്ടുണ്ടെന്നും അതെടുത്ത് തരാൻ വേണ്ടി അവർ രണ്ടുപേരും വരുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഗോൾഫ് കപ്പിൾസിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഹീറോ ഇപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവരുടെ വീട്ടിൽ എങ്ങനെയാണ് ആ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത് എന്നിപ്പോൾ ഹീറോ കറക്റ്റ് കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ബില്ല് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് കടം ഉണ്ടായിരുന്നു അവരുടെ മകൻ മരിച്ചതിന് ശേഷം. സത്യത്തിൽ ആ ഒരു കടം തീർക്കാൻ വേണ്ടി ബില്ല് തന്നെ ആ ഒരു വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവർ സമ്മതിച്ചില്ല. അതിന് കാരണം ഇവർ രണ്ടുപേരും മറ്റൊരു പ്ലാനായിരുന്നു ഇട്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ കടവും അടയ്ക്കണം, ഇവരുടെ വീടും സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ തന്നെയാണ് പ്ലാൻ ചെയ്തത്. ഈ കാര്യം ഹീറോ പറയുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഹീറോ പറയും, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം, നിങ്ങളൊരു കെമിസ്ട്രി ടീച്ചറാണെന്ന് ഞങ്ങളോട് വെറുതെ കള്ളം പറഞ്ഞു. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ആ ഒരു കെമിക്കല് വീട്ടിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ഒരു കാരണം ഉണ്ടാകത്തുള്ളൂ. അതുമല്ല, നിങ്ങൾ രണ്ടുപേരും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ആ ഒരു കെമിക്കൽസ് വാങ്ങിയ വീഡിയോ ഫൂട്ടേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തിനാന്ന് വെച്ചാൽ വെറും കമ്പ്യൂട്ടർ ക്ലാസ് നടത്തുന്ന നിങ്ങൾ കെമിക്കൽസിനെ പറ്റി കൂടുതലായിട്ടും പഠിച്ചിട്ട് അത് പ്ലാൻ ചെയ്ത് ആ ഒരു മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് ആ ഒരു കെമിക്കൽ പൊട്ടിത്തെറിച്ച് വീട് ബ്ലാസ്റ്റായി. അതുമല്ല, ബോംബ് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയും ചെയ്തു. മനഃപൂർവ്വം മറ്റൊരു കാറിലേക്ക് നിങ്ങളുടെ കാർ കൊണ്ടുവന്നിടിച്ച് പോലീസിൽ അതൊരു കേസാക്കി മാറ്റി കുറേ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തു. എന്തിനാണ്? ഈ ബോംബ് പൊട്ടിത്തെറിക്കാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള തെളിവും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്തായിരുന്നു? പോലീസിനെ ഇത് കാണിച്ച് ഇതൊരു ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർത്ത് ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കുക, അതിലൂടെ കടവും തീർക്കുക, ബാക്കിയുള്ളത് വെച്ചിട്ട് ഇവരുടെ വീട് ശരിയാക്കി അവിടെ താമസിക്കുക. ഇതായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ. അങ്ങനെ സത്യങ്ങളെല്ലാം ഹീറോ പറയുമ്പോഴത്തേക്കും ഇവർക്കും അതെന്തായാലും എതിർക്കാനായിട്ട് കഴിയത്തില്ല. അവരും അതിന് സമ്മതിച്ചിട്ട് സത്യത്തിൽ ആ ഒരു വീട് വിൽക്കാനായിട്ട് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മകൻ ജീവിച്ച വീടായതുകൊണ്ട് അത് വിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇവർ സത്യം പറയുന്നതും ഈ ബോംബ് വെച്ചത് ആരാണ്, അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള ആ ഒരു കാര്യം ഇതോടെ തീർന്ന് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ കേസ് ക്ലോസ് ആയി. ഇനി 2 എണ്ണം കൂടിയുണ്ട്. ആ വീട്ടിൽ മരിച്ച ആ ഒരു സ്ത്രീ ആരാണ്, അവരെങ്ങനെയാണ് മരിച്ചത്, അവരാരാണ് കൊന്നത്, അതേപോലെ തന്നെ ആ ഒരു സീരിയൽ കില്ലറിനെയും കണ്ടുപിടിക്കണം. അതേസമയം ഹീറോയിനും കേറ്റും ഇവർ രണ്ടുപേരും തിരിച്ച് ഹീറോയിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുമ്പോൾ ഹീറോ ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു ട്വിൻസ് ബ്രദേഴ്സ് ഉണ്ടല്ലോ അവരെ കാണാനായിട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് അത് ഓരോന്നായിട്ട് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം കണ്ട് ഷോക്കാവുന്നു. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഹീറോയിനെ വിളിച്ചിട്ട് യഥാർത്ഥ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിച്ചു പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുന്നതും കേറ്റുണ്ടല്ലോ അവള് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും. കാരണം വേറെ ഒന്നുമല്ല, ആ ബോംബ് ബ്ലാസ്റ്റിന് കാരണം സീരിയൽ കില്ലർ അല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവള് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ ഹീറോയും മാത്രം ഒറ്റയ്ക്ക് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു ഡോക്യുമെന്റ്സുമായിട്ട് നേരെ പോകുന്നത് ബില്ലിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ഗോൾഫ് കപ്പിൾസിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോയും അതേപോലെ തന്നെ ഒരു ചിക്കാഗോ ഡ്രൈവിംഗ് ലൈസൻസും ബില്ലിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേറെ ആരുടേതോ അല്ല, അത് ബില്ലിൻ്റെതാണ്. എന്താന്ന് വെച്ചാൽ ഇതിനു മുന്നേ ബില്ല് ചിക്കാഗോയിലാണ് വക്കീലായിട്ട് ജോലി ചെയ്തിരുന്നത്. അതുമല്ല, ഏതോ ഒരു 3 ആഴ്ച ഈ ട്വിൻ ബ്രദേഴ്സിന്റെ വീട്ടിൽ ടെനറ്റായിട്ട് ബില്ല് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതും ആരോടൊപ്പമാണെന്നറിയോ? ബില്ലിന്റെ ഭാര്യയായിട്ട്. എന്താന്ന് വെച്ചാൽ മരിച്ചുപോയ ആ ഒരു സ്ത്രീയുടെ മരണത്തിന്റെ ആ ഒരു സമയവും ബില്ല് തന്റെ ഭാര്യയായിട്ട് താമസിച്ചിരുന്ന ആ ഒരു കാലവും വെച്ചിട്ട് നോക്കുമ്പോൾ ഇവർക്ക് കൺഫേമായി ആ സ്ത്രീയെ കൊന്നത് ബില്ല് തന്നെയാണ്. പക്ഷെ ആരെയാണ് കൊന്നത് അതറിയാൻ വേണ്ടി ഹീറോ ബില്ല് ജോലി ചെയ്ത ആ ഒരു കമ്പനിയിലേക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരു ലേഡി പറഞ്ഞത് ബില്ല് തന്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇറ്റാലിയിൽ പോയെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുമല്ല, ഡിവോഴ്സിന് മുന്നേ ബില്ലും അവന്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വഴക്കുണ്ടായിരുന്നു. അതുമല്ല, അവന്റെ ഭാര്യ ഇറ്റാലിക്ക് പോയെന്നാണല്ലോ പറഞ്ഞത്. ആ ഭാര്യയുടെ ഒരു വിവരവും പിന്നീട് ഒരിക്കലും ആരും കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൊല ചെയ്യപ്പെട്ടത് ബില്ലിന്റെ ഭാര്യ ആയിരിക്കും എന്ന് ഹീറോ പറയുമ്പോൾ ഇതിപ്പോ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ DNA വേണമല്ലോ. പക്ഷെ DNA ഇല്ല. അവരുടെ ഡെന്റൽ റെക്കോർഡുകൾ ഉണ്ടല്ലോ, അത് വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും അത് ബില്ലിന്റെ ഭാര്യയാണെന്ന് തന്നെ ഇവർ കൺഫേം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബില്ല് തന്നെയാണ് കൊന്നത്, അതും ബില്ലിന്റെ ഭാര്യയെ. അതുമല്ല, ഭാര്യയെ കൊന്നിട്ട് ഭാര്യയുടെ ശരീരം വെളിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ അവൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ ട്വിൻ ബ്രദേഴ്സിന്റെ വീടിനുള്ളിൽ തന്നെ ആ ചുമരിനുള്ളിൽ
ഭാര്യയുടെ ശരീരം മറവ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോടാണെങ്കിലോ തന്റെ ഭാര്യ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇറ്റലിയിലേക്ക് പോയെന്നും പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതുമല്ല ഭാര്യയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും വേറെ കുടുംബാംഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ആരും ചോദിക്കത്തുമില്ല. പക്ഷേ ബില്ലിന് അറിയാമായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം തന്റെ ഭാര്യയുടെ ശരീരം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന്. കാരണം ഈ ഒരു റെനോവേഷൻ വർക്കെല്ലാം നടക്കുമ്പോഴത്തേക്കും എന്തായാലും ആ ഒരു ശരീരം കണ്ടുപിടിക്കുമല്ലോ. അതുകൊണ്ടാണ് തന്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ഈ നാട്ടിലേക്ക് വന്നതും തന്റെ ഭാര്യയെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ അതിനടുത്തായിട്ടുള്ള വീട് തന്നെ വാടകയ്ക്ക് വാങ്ങിച്ചതും. എന്നിട്ട് ഈ ഒരു വീടിനകത്തേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം, അതിനുവേണ്ടി ആ ഒരു ഗോൾഫ് കപ്പിൾസിന്റെ മകനുണ്ടല്ലോ അവനുമായിട്ട് നല്ല അടുപ്പം കൂടി ആ വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷെ ഒരിക്കലും ആ ബോഡി അവിടെ നിന്ന് മാറ്റാനായിട്ട് ബില്ലിനെ കൊണ്ട് കഴിഞ്ഞില്ല. അതുമല്ല ഗോൾഫ് കപ്പിൾസ് കടം കാരണം ബുദ്ധിമുട്ടാണെന്ന് അറിയുമ്പോഴത്തേക്കും അവരുടെ വീട് വാങ്ങിക്കാനായിട്ട് ബില്ല് തയ്യാറായതിന് കാരണവും അത് തന്നെയാണ്. വീട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ആ ബോഡിയും നല്ലതുപോലെ അവിടെ നിന്ന് മാറ്റാനും കഴിയും. പക്ഷെ ആ പ്ലാനും ഒരിക്കലും നടന്നില്ല. കൂടാതെ അന്നത്തെ ദിവസം ബോംബ് പൊട്ടുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കയറി പോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ വേറെ വഴിയില്ലാതെ പോലീസിനെ ആംബുലൻസിനെ വിളിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ തന്നെ വീടിനകത്തേക്ക് കയറി പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ വന്നിട്ട് അയാളെ തടഞ്ഞത്. അങ്ങനെ ഹീറോ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ബില്ലിനോട് പറയുമ്പോഴത്തേക്കും ബില്ല് പറയും. പക്ഷെ നിന്റെ കയ്യിൽ മതിയായിട്ടുള്ള എവിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഹീറോ ഒന്നും പറയത്തില്ല. ബില്ലിനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ രണ്ടാമത്തെ കേസും അവസാനിച്ചു. ഇപ്പോൾ ബില്ലിനെയും അതേപോലെ തന്നെ ഗോൾഫ് കപ്പിൾസിനെയും ഇവരെ രണ്ടുപേരെയും കോടതിയിൽ കൊണ്ടുവന്ന ആ ഒരു സീനൊന്നും കാണിക്കുന്നില്ല. ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ രണ്ട് കേസും എന്തായാലും സോൾവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ആ ഒരു സീരിയൽ കില്ലറിന്റെ കേസ് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ തന്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം ഹീറോ ഇപ്പോൾ ഹീറോയിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവളോട് അവന്റെ ഇഷ്ടം പറയാമെന്ന് വിചാരിച്ച് ഒരു ബുക്കും കൊണ്ട് അകത്തേക്ക് വരാണ്. കാരണം ആ ഒരു ബുക്ക് കൊടുത്തിട്ട് അതിലൂടെ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഒരു ബുക്ക് കയ്യിലേക്ക് കൊടുക്കാനായിട്ട് വരുമ്പോൾ ബുക്ക് പെട്ടെന്ന് താഴേക്ക് വീഴും. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി രണ്ടുപേരും താഴേക്ക് കുനിയുന്നതും വെളിയിൽ നിന്ന് ആരോ ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവരെ രണ്ടുപേരും കുനിഞ്ഞിരുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുമ്പോഴത്തേക്കും ആ സീരിയൽ കില്ലർ ഇവരെ അന്വേഷിച്ച് വന്നു എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവരും ഹീറോയിന്റെ വീട്ടിലേക്ക് വരുന്നു. അതുമല്ല കേറ്റും പെട്ടെന്ന് തന്നെ ഈ കാര്യം അറിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ബുള്ളറ്റ് പ്രൂഫും അതേപോലെ തന്നെ താഴെ വീണ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ അതും ഇവരെടുത്ത് വെക്കും. കൂടാതെ നമ്മുടെ ഹീറോയിനെ നേരെ അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് അയക്കും. കാരണം ആ ഒരു കൊലയാളി എന്തായാലും ഹീറോയിനെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും സ്റ്റേഷനിൽ നിന്നിട്ട് അവനെ എങ്ങനെ പിടിക്കാമെന്ന് പ്ലാൻ ചെയ്യാണ്. ഇവിടെ ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ അച്ഛൻ വെളിയിലേക്ക് പോകാൻ നിൽക്കാണ്. ആ സമയത്ത് ഹീറോയിൻ ആരോ ഒരാൾ വിളിക്കുന്നു. ഹീറോയിൻ അറിയുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഹീറോയിൻ പറയും അച്ഛൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ പോകാനായിട്ട് നിൽക്കാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവിടെ കേറ്റിനെ വേറെ എവിടെ നിന്ന് ആരോ ഒരാൾ വിളിച്ചിട്ട് എന്നിട്ട് കേറ്റിനോട് പറയും ഇതുപോലെ ആ ഒരു സീരിയൽ കില്ലർ വോൾഫ് മാൻ ഉണ്ടല്ലോ അവൻ ഇന്ന് രാവിലെ ഏതോ ഒരു വീട്ടിലെ മോഷ്ടിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കും ആ വീട്ടിലെ ആള് വോൾഫ് മാനെ ഷൂട്ട് ചെയ്ത് കൊന്നുവെന്ന്. ആ ഒരു കാര്യമാണ് കേറ്റിനോട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ കേറ്റ് ഹീറോയോട് പറയും വോൾഫ് മാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലേക്ക് ഒരിക്കലും നിന്നെ കൊല്ലാൻ വേണ്ടി അവൻ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് ആരാണ് എന്നാലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോ മനസ്സിലാക്കുന്നത് ഹീറോയിന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരുമാണ് താഴേക്ക് കൊനിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കില്ലർ ഹീറോയെ കൊല്ലാനായിട്ടല്ല വന്നത്, ഹീറോയിനെ കൊല്ലാനാണ് വന്നത്. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ വീട്ടിലെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. ഹീറോയിൻ വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല ജോ ഉണ്ടല്ലോ അവനാണ്. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ജോയോട് സംസാരിച്ച് നേരെ കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്കും ജോ ആണെങ്കിലോ അവൻ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവനും അകത്തേക്ക് തന്നെ വരുന്നു. അവനും നേരെ കിച്ചണിലേക്ക് തന്നെ വരുന്നു. എന്നിട്ട് ജോ ചോദിക്കും ഓക്കെ ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിനെ നിങ്ങൾ സെലക്ട് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, വെളിയിൽ പറയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ജോ പെട്ടെന്ന് സ്റ്റുഡൻസ് ലിസ്റ്റിലുള്ള ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഈ ഒരാളെയാണോ നീ സെലക്ട് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. ഹീറോയിൻ വിചാരിക്കും ഇപ്പോൾ ഹീറോയിന് മാത്രം അറിയാവുന്ന ആ ഒരാളുടെ പേര് എങ്ങനെ മറ്റൊരാൾക്കറിയാം, അത് ജോ എങ്ങനെ മനസ്സിലാക്കി എന്ന് ഹീറോയിൻ ചിന്തിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ജോ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള കാര്യം ജോ പറയുന്നത്. ജോ ഒരുപാട് വർഷമായിട്ട് ഒരു ജോഡിയില്ലാതെ സിംഗിളായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ സമയത്താണ് ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ടാബി അവനുമായിട്ട് പരിചയമായതും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായതും. അങ്ങനെ രണ്ടുപേരും ഇഷ്ടത്തിലായിട്ട് അവസാനം ജോയ്ക്ക് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടുന്നു. പക്ഷേ ടാബിക്കാണെങ്കിലോ ഇവിടെ നിൽക്കാനാണ് താല്പര്യം, അതും ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. ഈ സമയത്താണ് സെലക്ഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യം പ്രിൻസിപ്പൾ ഹീറോയിനെ ഏൽപ്പിക്കുന്നത്. ഇതേ കാര്യം ഹീറോയിൻ ഫ്രണ്ടിനോട് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ആണെങ്കിലോ ജോയോട് ഈ കാര്യം പറയുകയും ചെയ്തു. അതുമല്ല ഹീറോയിന്റെ ഫ്രണ്ട് സെലക്ട് ആയി കഴിഞ്ഞാലേ ഇവിടെ തന്നെ താമസിക്കും, ഒരിക്കലും അവനോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് ജോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആന്റി വൈറസ് കമ്പ്യൂട്ടറിൽ കയറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വൈറസ് ഹീറോയിന്റെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റും. അതും ഒരു വിധത്തിൽ ഹാക്ക് ചെയ്യുന്ന രീതി തന്നെയാണ്. ഇപ്പൊ അത് വെച്ചിട്ട് ഹീറോയിൻ സെലക്ട് ചെയ്ത് അയക്കുന്ന ആ ഒരു ഫയലുകളുണ്ടല്ലോ അതെല്ലാം ജോയ്ക്കാണ് കിട്ടുന്നത്. ഈ രീതിയിൽ ഹീറോയിന്റെ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാതെ അവ തടയാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഹീറോയിൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞെന്നുള്ള കാര്യം ടാബി ജോയോട് പറയുമ്പോഴത്തേക്കും ജോ വിചാരിച്ചത് എന്താണ് ഹീറോയിനെ കൊന്നിട്ട്
അവളുടെ സിസ്റ്റത്തിലുള്ള ഈ ഫ്രണ്ടിന്റെ പേര് മാറ്റി മറ്റൊരാളുടെ പേര് അയക്കാനാണ് ജോ പ്ലാൻ ചെയ്തത്. പക്ഷെ അതൊരിക്കലും നടന്നില്ല. ഹീറോയിനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ അത് ഫെയിൽ ആയതുകൊണ്ട് എന്തോ ഒരു മരുന്ന് വെച്ച് ഹീറോയിനെ കൊല്ലാന്നും പറഞ്ഞിട്ട് ആ ഒരു സൂചിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഹീറോയിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ കുറച്ച് ഉപ്പ് വാരി അവന്റെ കണ്ണിലേക്കിട്ട് അവനെ തള്ളി താഴേക്ക് കളഞ്ഞ് ഇവര് രണ്ടുപേരും കുറച്ച് പിടിയും വലിയ ആകുമ്പോഴത്തേക്കും ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ഒരു തേപ്പ് കെട്ടി എടുത്തിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. ജോ മയങ്ങി താഴെ വീഴുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോയിൻ പോലീസിനെ വിളിക്കുന്നു. അപ്പോൾ കേറ്റ് മറ്റു പോലീസുകാരും ഇവിടേക്ക് വന്ന് ജോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അതോടെ ഈ ഒരു കേസുകളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ വോൾഫ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ അവൻ എന്തായാലും മരിച്ചതുകൊണ്ട് ഹീറോയുടെ പുറകെ വരാൻ പോകുന്നില്ല. ഇപ്പോൾ ഇവർ അന്വേഷിച്ച 2 കേസും അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ജോയുടെ കേസും ഇതോടെ അവസാനിച്ചിട്ടുണ്ട്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തന്നെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. പിന്നെ ഒരു കാര്യം കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇനി ഒരുപാട് പേരുണ്ട്. എൻ്റെ ശബ്ദവും എൻ്റെ എക്സ്പ്ലനേഷൻ രീതിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.